നമ്മുടെ പാശ്ചാത്യ ലോകത്തൊക്കെ സെക്ഷൽ റവല്യൂഷന് ശേഷം ഉണ്ടായ വലിയൊരു വിഷയമാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. അതായത് രണ്ട് ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നു, കല്യാണമൊന്നും വേണ്ട. നമ്മൾ ആദ്യം ആലോചിച്ചപ്പം വളരെ നല്ലൊരു കാര്യമാണല്ലോ, രണ്ടാൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടപ്പം അവർ ഒരുമിച്ച് ജീവിക്കട്ടെ, ഇഷ്ടമില്ലാന്ന് തോന്നുമ്പോൾ അവർ മാറിയിക്കട്ടെ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകട്ടെ, കല്യാണമൊന്നും വേണ്ടല്ലോ, വെറുതെ കുറേ ആചാരങ്ങൾ എന്നൊക്കെ പല ആളുകളും ചിന്തിച്ചു. ഒരു ഉപദ്രവം ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, 1970-കൾക്ക് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 2000, 2010, 2020 ആകുമ്പോഴാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട്, വിവാഹവും കുടുംബ സംവിധാനവും തകർന്നതുകൊണ്ട് അവിടെയുള്ള പ്രായമുള്ളവർ പ്രയാസപ്പെടുന്നു, അവിടെയുള്ള സ്ത്രീകൾക്ക് കൂടുതലായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു, പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഇത്തരം റിലേഷൻഷിപ്പുകളിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അടുത്ത തലമുറയായി വരുമ്പോൾ അവരിൽ ഒരുപാട് സൈക്കോപാത്തോളജിക്കലായ ഇഷ്യൂസ് ഉണ്ടാകുന്നു, അവർക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു, അവരിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് പോലും വളരെ കൂടുന്നു. ഇങ്ങനെ ആളുകൾ, പുരുഷന്മാർക്കാകട്ടെ, സ്ത്രീകൾക്കാകട്ടെ, കുട്ടികൾക്കാകട്ടെ, ഈ ആളുകൾ തന്നെ ഇനി പ്രായത്തിലേക്ക് എത്തിയാൽ അവർക്കാകട്ടെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഫാദർലെസ് അമേരിക്ക എന്നുള്ളൊരു പുസ്തകം തന്നെ രചിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കുടുംബ സംവിധാനം തകർന്ന് തരിപ്പണമായി ഒരു സമൂഹം തന്നെ അവിടെ ഉണ്ടായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാൾക്കാർ അവരൊരു ഇഷ്ടപ്രകാരം അവരൊരുമിച്ച് ജീവിക്കുന്നു, ഇഷ്ടമില്ലാന്ന് തോന്നുമ്പോൾ പിരിഞ്ഞു പോകുന്നു. വളരെ സിമ്പിളായ കാര്യം, ആർക്കും ഒരു ഉപദ്രവമില്ലല്ലോ. ഒരു സമൂഹത്തെ തന്നെ തകർക്കുന്ന രൂപത്തിലേക്ക് അതെത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഹാം മനസ്സിലാകാൻ, ആ ഉപദ്രവം മനസ്സിലാകാൻ പതിറ്റാണ്ടുകൾ എടുത്തു.